ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അച്ഛാ, സന്ദീപ് പറഞ്ഞതിനോടാ ഞാനും യോജിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ മടുത്തു. എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ എത്തിയാൽ മതി എന്നായിരുന്നു ഞാൻ ചിന്തിക്കുന്നതെന്ന് ആതിര പറയുമ്പോൾ മാഷും കമലയും അതിനോട് സമ്മതം മൂളുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിൻ്റെ മുറിയെല്ലാം വൃത്തിയാക്കിയിടുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. തൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും വൃന്ദാവനത്തിലേക്ക് പോകേണ്ടവർ നേരെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സച്ചി പറയുമ്പോൾ, അതായിരിക്കും സച്ചേട്ടാ, ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നെന്നോ അവർ ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിലെന്ന്. കുഞ്ഞിനെ എടുത്തൊന്ന് മതിയായത് പോലുമില്ല. ഹോസ്പിറ്റലിൽ വെച്ച് എടുക്കുന്നതിനും ഒരു ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ, ഇനിയെന്താണെങ്കിലും തനിക്ക് തൻ്റെ ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് നടക്കാമല്ലോ എന്ന് സച്ചി പറയുന്നു. അങ്ങനെ ആതിരയും സന്ദീപും കുഞ്ഞും കമലയും മാഷും കൂടി നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. അർച്ചന അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുന്നു. കുഞ്ഞിനെ എടുത്ത് ലാളിച്ചുകൊണ്ട് സേതു പറയുകയാണ്, ഞാൻ കരുതിയത് ഈ വീട്ടിൽ ആദ്യം വരാൻ പോകുന്ന കുഞ്ഞ് അവന്തികയുടെയും നന്ദൻ്റെയും ആയിരിക്കുമെന്ന, പക്ഷേ ഇവൾക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് സേതു പറയുന്നു. അല്ല, നന്ദനും സ്നേഹയും എവിടെയെന്ന് മാഷ് ചോദിക്കുമ്പോൾ, നന്ദൻ പുറത്തേക്ക് പോയെന്നും സ്നേഹ മുറിക്കുള്ളിലുണ്ടെന്ന് സേതു പറയുന്നു. തുടർന്ന് അർച്ചന കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ സേതു പറയുകയാണ്, ഇനി എന്താണെങ്കിലും കുഞ്ഞിനെ നോക്കാൻ അർച്ചനയുള്ളത് കൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന അർച്ചനയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന കമല പറയുകയാണ്, വല്യമ്മയും മോളും കൂടി എന്തോ രഹസ്യം പറയുകയായിരുന്നെന്ന് തോന്നുന്നല്ലോ. എന്താണെങ്കിലും ഒരു സഹായത്തിന് ഞാൻ നാളെ മീരയെ ഇങ്ങോട്ടേക്ക് വിടാമെന്ന് കമല പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും ഞാൻ തന്നെ കുഞ്ഞിനെ നോക്കിക്കോളാമെന്നും അർച്ചന പറയുന്നു. സച്ചിയേട്ടൻ്റെ അവസ്ഥ ഇനി പരിതാപകരമായിരിക്കുമെന്ന് സന്ദീപ് പറയുമ്പോൾ, അങ്ങനെയൊന്നും പറയേണ്ടെന്നും കുഞ്ഞിൻ്റെയും സച്ചിയേട്ടൻ്റെയും കാര്യം ഞാൻ ഒരേപോലെ നോക്കിക്കോളാമെന്നും അർച്ചന പറയുന്നു. ഇതൊക്കെ കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് സച്ചി. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ ആഹാരം കഴിക്കാനായി വന്നിരിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക പറയുകയാണ്, ഞാൻ ഇത്രയും നേരം അച്ഛനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ അച്ഛന് വിളമ്പിത്തരാമെന്ന് അവന്തിക പറയുമ്പോൾ, ബാക്കിയെല്ലാവരും കഴിച്ചോ എന്ന് സേതു ചോദിക്കുന്നു. അർച്ചനയ്ക്കിപ്പോൾ ഏതു നേരവും കുഞ്ഞിൻ്റെ പുറകെ ആയതുകൊണ്ട് ആഹാരമൊന്നും വേണമെന്നേ ഇല്ല. മാത്രമല്ല അച്ഛൻ അർച്ചനയോട് പറയണം നാളെ മുതൽ അടുക്കള കാര്യം കൂടി ഒന്ന് നോക്കണമെന്ന്. ഇന്ന് രാവിലെ തന്നെ 9 മണി കഴിഞ്ഞാൽ ഞാൻ ആഹാരം കഴിച്ചത്. എനിക്ക് BP ലോയാകുന്ന പ്രശ്നമുണ്ട്. അർച്ചന അടുക്കള കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൊണ്ടാ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടത്. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, എനിക്ക് അർച്ചനയോട് അതത്ര കർശനമായൊന്നും പറയാൻ സാധിക്കില്ല. കർശനമായി പറയാൻ സാധിക്കുന്നത് നിന്നോട് മാത്രമാ. അതുകൊണ്ട് നാളെ മുതൽ അവന്തിക അടുക്കളക്കാരെ നോക്കിക്കോ, അർച്ചന കുഞ്ഞിന്റെ കാര്യവും നോക്കട്ടെ. ഇത് കേൾക്കുന്ന അവന്തിക വിഷമത്തോടെ സേതുവിനെ നോക്കുകയാണ്. അർച്ചനക്കിട്ട് പണിവെച്ച് അവസാനം എനിക്കിട്ട് തന്നെ തിരികെ വന്നല്ലോ എന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. തുടർന്ന് സേതു പറയുകയാണ്, മോളെ അവന്തികെ, എനിക്ക് കുറച്ച് ഫയലുകൾ നോക്കാനുണ്ടായിരുന്നു. അതിനെന്താച്ചാ ഞാനും സഹായിക്കാമെന്ന് അവന്തിക പറയുമ്പോൾ, അതൊന്നും വേണ്ട മോളെ, നീയേ എനിക്ക് രാത്രി അല്പം കട്ടനിട്ട് തന്നാൽ മതി. ചിലപ്പോഴേ ഞാൻ ഉറങ്ങിപ്പോകും. ശരി അച്ഛ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ പാല് കാച്ചാൻ വെച്ചിരിക്കുന്ന അർച്ചനയാണ്. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഓർത്ത് അർച്ചന പാലിന്റെ കാര്യം അങ്ങ് മറന്നു പോവുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സച്ചി പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. താൻ ഇവിടെയെങ്ങും അല്ലായിരുന്നല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന ചിരിച്ചുകൊണ്ട് ആതിരയ്ക്കുള്ള പാലുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു ആതിര. ആതിരയ്ക്ക് പാല് കൊടുത്തുകൊണ്ട് കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുകയാണ് അർച്ചന. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അനഘ പറയുകയാണ്, ഏട്ടത്തി കുറച്ചു നേരം കുഞ്ഞിനെ താഴെ വെച്ചിരുന്നെങ്കിലേ എനിക്കും കൂടി എടുക്കായിരുന്നു. ഇത് കേൾക്കുന്ന അർച്ചന അനഘയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. അങ്ങനെ അനഘ കുഞ്ഞിനെ ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്നേഹ വരുന്നു. ഇത് കാണുന്ന അർച്ചന അനഘയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് സ്നേഹയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുഞ്ഞിനെ കുറച്ചു നേരം നോക്കിയതിനു ശേഷം സ്നേഹ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന കുഞ്ഞിനെ സ്നേഹയ്ക്ക് നേരെ നീട്ടുകയാണ്. ഇത് കാണുന്ന സ്നേഹ എല്ലാവരെയും നോക്കിയതിനു ശേഷം ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചനയും ആതിരയും അനഘയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ്